ഇന്ന് കുരുമുളക് കൃഷി കർഷകരുടെ ഇടയിൽ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ്. കുരുമുളക് കൃഷിയിൽ നൂതനമായ പല ആശയങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. PVC പൈപ്പിൽ മറ്റേ കുരുമുളക് പടർത്തുന്ന രീതി, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ കാലുകൾ വെച്ച് അതിന് മുകളിൽ കുരുമുളക് പടർത്തുന്ന രീതി, കോൺക്രീറ്റ് പൈപ്പുകളിൽ കുരുമുളക് പടർത്തുന്ന രീതി, പല കർഷകരും ഇന്ന് വളരെയധികം എഫക്റ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിവിധ ഇനങ്ങളിലുള്ള കുരുമുളക് തൈകൾ ലഭ്യമാണ്. പന്നിയൂർ 1, 2, 3, 4, 5, 6, 7, 8 എന്നീ നമ്പറുകളുള്ള തൈകളും, വിജയ് എന്നുള്ള പുതിയൊരു വെറൈറ്റി തൈകളും, കരിമുണ്ട, കുതിരവാലൻ മുതലായ പഴയ നാടൻ തൈകളും എല്ലാം ഇന്ന് കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിള ഉൽപ്പാദിപ്പിക്കുന്നതായ പന്നിയൂരും ആണ് കർഷകർക്ക് ഏറ്റവും ഉപയോഗമായിട്ടുള്ളത്. അത് കൂടുതലും കർഷകർ അത് പ്രിയപ്പെടുന്നു, കൃഷി ചെയ്യുന്നതിന് പ്രിയം വയ്ക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കൃഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുരുമുളക് കൃഷിയിലെ ഏറ്റവും വലിയൊരു വില്ലനാണ് കുരുമുളക് കൃഷിയിൽ കാണുന്ന ദ്രുതവാട്ടം എന്ന രോഗം. ദ്രുതവാട്ടം വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ ചെടികളെ നശിപ്പിച്ച് കളയുന്ന ഒരു രോഗമാണ്. വേരിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. ഫൈറ്റോത്തോറ എന്ന കുമിളാണ് ഈ വേര് ചീയലിൻ്റെ പ്രധാന ഹേതു. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ ഇലകളിൽ ഒരു കറുത്ത നിറം ഇലകളിൽ ആദ്യം കാണുന്നു, പിന്നെ അത് മഞ്ഞ കളറാകുന്നു, ഇത് ഇലകൾ കംപ്ലീറ്റ് പൊഴിയുന്നു, ചെടി വളരെ എളുപ്പത്തിൽ വാടിപ്പോകുന്നു. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുരുമുളക് കൃഷിയിൽ വ്യാപകമായി കണ്ടുവരുന്നതാണ്. പന്നിയൂർ ഇനങ്ങളിലാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസത്തിൽ ഒരു തടത്തിൽ കുരുമുളകിൻ്റെ കാലിൽ 1 കിലോഗ്രാം കുമ്മായം നിർബന്ധമായിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 4 ആഴ്ച കഴിയുമ്പോൾ 2 കിലോഗ്രാം വേപ്പ് മണ്ണാക്ക് കടക്കിലിടുന്നത് നല്ലതാണ്. ഇതുകൂടാതെ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള ജൈവ കുമിൾനാശിനി, അതായത് അത് 1 തൊട്ട് 2 കിലോഗ്രാം വരെ ട്രൈക്കോഡെർമ കുമിൾനാശിനി, 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പ് മണ്ണാക്ക് എന്നീ മിശ്രിതത്തിൽ മിക്സ് ചെയ്തിട്ട് ചെറിയ നനവോട് കൂടിയിട്ട് ഏകദേശം ഒരു 8 തൊട്ട് 10 ദിവസം വരെ മൂടിയിട്ട് വീണ്ടും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒരു ചെടിക്ക് 3 മുതൽ 5 കിലോഗ്രാം വരെ ഇടുന്നത് വളരെ എഫക്റ്റീവാണ്. ഈ രോഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രൈക്കോഡെർമയും കൊണ്ട് ഒന്നും സാധിക്കില്ല. അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. അതിന് റിഡോമിൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾനാശിനിയുണ്ട്. റിഡോമിൽ ഗോൾഡ് ഇതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മെറ്റാലെക്സൈലും മാംഗോസബും അടങ്ങിയിട്ടുള്ള റിഡോമിൽ ഗോൾഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അതായത് ഒരു ചെടിക്ക് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കടക്കിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 4 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോടെ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ പൊട്ടാസ്യം ഫോസ്ഫേറ്റും ഹെക്സാകോൺസോൾ എന്ന് പറഞ്ഞ കെമിക്കലും അടങ്ങിയിട്ടുള്ള സമർത്ഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതം ഇപ്പോൾ ലഭ്യമാണ്. ഇത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടി ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ. കൂടാതെ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ചെടിക്ക് 10 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. കൃത്യമായിട്ട് കുമ്മായ പ്രയോഗം, അതുപോലെ തന്നെ കൃത്യമായിട്ട് ട്രൈക്കോഡെർമ ചെയ്യുന്നതായ തോട്ടങ്ങളിൽ ഈ രോഗത്തിൻ്റെ തോത് വളരെ കുറവാണ്.